അമ്പലത്തിലെ നിർമ്മാല്യം തൊഴുത് ചന്ദനക്കുറിയുടെ മണം മാറാതെയാണ് അഞ്ജലിയും മാളവികയും വീട്ടുമുറ്റത്തെത്തിയത്. ഉമ്മറത്ത് വള്ളിച്ചെരുപ്പുകൾ അയച്ചിടുമ്പോഴാണ് ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ഒരു കറിരുമ്പി മുറ്റത്ത് വന്ന് നിന്നത്. വെളുത്ത നിറത്തിലുള്ള ആ ആഡംബര കാർ കണ്ടതും അകത്തുനിന്ന് ചൂലുമായി പാർവതി പുറത്തേക്ക് വന്നു. ആരാ ഹരിദാസേട്ടാ ഈ നേരത്ത്? ചൂല് ഒരു വശത്തേക്ക് ചാരിവെച്ച് അമ്പരപ്പോടെ പാർവതി ഹരിദാസിനോടായി ചോദിച്ചു. ഹരിദാസും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. കാറിന്റെ വിലയും പങ്കിട്ടു കണ്ടപ്പോൾ തന്നെ അതൊരു സാധാരണ വരവല്ലെന്നവർക്ക് തോന്നി. കാറിന്റെ മുൻവാതിൽ തുറന്ന് കതർ വസ്ത്രം ധരിച്ച് അധികാരമുള്ള ഭാവത്തോടെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ വിലപിടിപ്പുള്ള കസവ് സാരി എടുത്ത ഒരു സ്ത്രീയും. കണ്ടാൽ ഏതാണ്ട് 60-നോടടുത്ത് പ്രായം തോന്നിപ്പിക്കുമെങ്കിലും ആ പ്രൗഢിക്ക് ഒട്ടും കുറവില്ലായിരുന്നു. നമസ്കാരം. വന്നയാൾ വിനയത്തോടെ കൈകൾ കൂപ്പിക്കൊണ്ട് ഹരിദാസിനോട് പറഞ്ഞു. നമസ്കാരം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ? ഹരിദാസൻ സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ വന്നതാണ്. ഇവിടുത്തെ മോളെ ഞങ്ങളെ മകന് വേണ്ടിയൊന്ന് ആലോചിച്ചാലോ എന്ന് കരുതി വന്നതാ. ആ വാക്കുകൾ കേട്ടതും പാർവതിയുടെ ഉള്ളിൽ ലഡുപൊട്ടി. മൂത്ത മകൾ അഞ്ജലിയെ ഉദ്ദേശിച്ചാണ് അവരെത്തിയതെന്ന് അവർ ഉറപ്പിച്ചു. കാരണം മക്കളുടെ വിവാഹപ്രായം അവരെ സംബന്ധിച്ച് ഒരു വലിയ ഭാരം തന്നെയാണ്. ഓ, വാ വാ, അകത്തേക്ക് കയറിയിരിക്കൂ. പാർവതി ആവശ്യത്തോടെ അവരെ സ്വീകരിച്ചു. അകത്തിരുന്ന് കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് വന്നയാൾ വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പേര് ജോർജ് മാത്യു. ഇത് എൻ്റെ ഭാര്യ അലീന. ഒന്നും വിചാരിക്കരുത്. എൻ്റെ മകനും ഇവിടത്തെ കുട്ടിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഒരുപാട് ആലോചനകൾ വന്നെങ്കിലും അവനൊന്നിനും സമ്മതിച്ചില്ല. ഒടുവിൽ ഇന്നലെയാണ് അവൻ തുറഞ്ഞു പറഞ്ഞത്. മനസ്സിലൊരു കുട്ടിയുണ്ടെന്ന്. മകന്റെ ഇഷ്ടമല്ലേ വലുത് എന്ന് കരുതി ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തിരിച്ചത്. ജോർജ് മാത്യു എന്ന പേര് കേട്ടതും പാർവതിയുടെ മുഖത്ത് ചിരി പെട്ടെന്ന് മാഞ്ഞു. അവർ ഒന്ന് പറഞ്ഞു. നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? അതെ, ജോർജ് ശാന്തനായി മറുപടി നൽകി. അത് ഞങ്ങളുടെ രീതികൾ അങ്ങനെയല്ലല്ലോ ജോർജ് സാറേ. ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലുള്ളവർക്ക് മാത്രമേ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറുള്ളൂ. പാർവതിയുടെ വാക്കുകളിൽ കർക്കശം നീലിച്ചിരുന്നു. ഹരിദാസ് അവരെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. പക്ഷെ ജോർജ് അത് ചിരിച്ചു തള്ളി. ഇതൊക്കെ തന്നെയാണ് ഞാനും അവനോട് ആദ്യം പറഞ്ഞത്. പക്ഷെ അവൻ ഒരൊറ്റ വാശിയിലാണ് ഈ പെൺകുട്ടി മതിയെന്ന്. അതുകൊണ്ട് മോളെ ഒന്ന് കാണാൻ പറ്റുമോ? അഞ്ജലി അപ്പോൾ അകത്തെ മുറിയിൽ നിന്നും ഇന്നത്തെ ഇന്റർവ്യൂവിനുള്ള ഫയലുകളെല്ലാം അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അഞ്ജലി മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊണ്ടുവാ. പാർവതി അകത്തേക്ക് ശാന്തമായി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, അത് മാളുവിനോട് പറഞ്ഞാൽ പോരെ, എനിക്ക് തിരക്കുണ്ട്. അഞ്ജലി മുറിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. നീ തന്നെ കൊണ്ടുകൊടുക്കും മോളെ, അവൻ നിന്നെ കാണാൻ വന്നതാ. അമ്മയുടെ സ്വരത്തിലെ വികാരം അഞ്ജലിക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. ഫ്രിഡ്ജിൽ നിന്നും 2 ഓറഞ്ച് എടുത്ത് വേഗം ജ്യൂസാക്കി അവൾ തയ്യാറാക്കി ഉമ്മറത്തേക്കെത്തി. കാവിക്കറിയുള്ള സെറ്റും മുണ്ടും ബ്ലൗസും അണിഞ്ഞ് അഞ്ജലിയെ കണ്ടതും വന്നവരുടെ കണ്ണൊന്ന് മിന്നി. പക്ഷെ ജോർജിന്റെയും അലീനയുടെയും നോട്ടം കണ്ടപ്പോൾ ഹരിദാസ് എന്തോ പന്തികേടെന്ന് തോന്നി. അവർ പരസ്പരം നോക്കി ആശ്ചര്യപ്പെട്ടു. നിങ്ങൾക്ക് ഈയൊരൊറ്റ മകൾ മാത്രമാണോ ഉള്ളത്? ജോർജ് വീണ്ടും ചോദിച്ചു. അല്ല, ഒരു മകൾ കൂടിയുണ്ട്, മാളവിക. അവൾക്ക് 22 വയസ്സേ ആയിട്ടുള്ളൂ. ഹരിദാസ് പറഞ്ഞു. അവളെ കൂടി ഒന്ന് വിളിക്കാമോ? സത്യത്തിൽ ഞങ്ങൾ കാണാൻ വന്നത് ഈ കുട്ടിയെയല്ല. ആ വാക്കുകൾ ഉമ്മറത്ത് ഒരു ഇടുത്തി പോലെ വീണു. പാർവതി പകച്ചുപോയി അത് കേട്ട്. അപ്പോൾ നിങ്ങൾ അഞ്ജലിയെ കണ്ടല്ലേ വന്നത്? അല്ല, മകൻ കാണിച്ചു തന്ന ഫോട്ടോ ഈ കുട്ടിയുടേതാണ്. ജോർജ് തൻ്റെ ഫോണിൽ ഒരു ചിത്രം കാണിച്ചു. അതിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂ പോലെ മാളവിക ചിരിച്ചു നിൽക്കുന്നു. അഞ്ജലിയുടെ കൈകൾ ഒരു നിമിഷം വിറച്ചുപോയി. അവളൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി മുറിയിലിരുന്ന മാളവികയെ നോക്കി സൗമ്യമായി കൊണ്ട് പറഞ്ഞു. മാളു, നിന്നെ കാണാനാണ് അവർ വന്നത്. പുറത്തേക്ക് ചെല്ല് നീ. എന്നെയോ? മാളവിക ഞെട്ടിപ്പോയി. പിന്നീട് അച്ഛൻ്റെ വിളി കേട്ടപ്പോൾ അവൾ തൻ്റെ പച്ച ധാവണി ഒന്നും കൂടി ഒതുക്കി ഉമ്മറത്തേക്കെത്തി. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടതും അലീനയുടെ മുഖം വിടർന്നു. അവർ എഴുന്നേറ്റ് വന്ന് അവളുടെ തലയിൽ തലോടി. ഈ കുട്ടിയെ ഞങ്ങളുടെ കിച്ചുവിന് തരുമോ? അലീന വാത്സല്യത്തോടെ ചോദിച്ചു. ഹരിദാസും പാർവതിയും ശില പോലെ നിന്നുപോയി. ഇതൊന്നും അറിയാതെ മാളികയുടെ ഉള്ളിൽ അപ്പോൾ ദേഷ്യം ഇരട്ടിക്കുകയാണ്. ചെക്കനെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഹരിദാസൻ പതുക്കെ പറഞ്ഞു. ഓ, ക്ഷമിക്കണം, ഇതാണ് ഞങ്ങളുടെ മകൻ ക്രിസ്റ്റി. ജോർജ് തൻ്റെ ഫോണിലെ ഒരു ഫോട്ടോ അവർക്ക് നേരെ നീട്ടി. നല്ല ഉയരവും തൻ്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ. കണ്ടാൽ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന രൂപം.
പക്ഷെ ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്ക ഹരിദാസിൻ്റെയും പാർവതിയുടെയും മുഖത്ത് ഒരു നിമിഷം നീലിച്ചു. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വിവരം അറിയിക്കാം. ഹരിദാസ് ഒരുവിധം പറഞ്ഞു തീർത്തു. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അവർ കാറിലേക്ക് നടന്നു. ആ വില കൂടിയ കാർ മുറ്റത്ത് നിന്ന് മറയുന്നത് വരെ മാളവിക പ്രതിമയെ പോലെ നിന്നു. അവളുടെ ഉള്ളിൽ അപ്പോൾ ദേഷ്യം ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറയുകയാണ്. ഒരൊറ്റ വാക്ക് തന്നോട് ചോദിക്കാമായിരുന്നില്ല ക്രിസ്റ്റി സാറിന്, അയാളുടെ വീട്ടുകാരെ ഇങ്ങോട്ട് അയച്ചതിന്. പാർവതി രൂക്ഷമായ നോട്ടം മാളവികയുടെ മേൽ പതിഞ്ഞു. അവരുടെ സ്വരത്തിൽ പരിഹാസവും ദേഷ്യവും കലർന്നു. നീ എപ്പോഴാണ് ആ ചക്കനെ വലയിലാക്കിയത്? നിന്റെ ഓഫീസിലുള്ള ആളാണെന്നാണ് അവർ പറഞ്ഞു വന്നത് തന്നെ. മാളവിക ഒന്ന് തളർന്നു. എങ്കിലും തൻ്റെ അടുത്തോടെ തലയുയർത്തി അവൾ അമ്മയ്ക്ക് മറുപടി നൽകി. അമ്മേ, ക്രിസ്റ്റി എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സാറാണ്. അഞ്ജലി ചേച്ചി രാജിവെച്ച ആ പോസ്റ്റിലേക്കാണ് അയാൾ വന്നത് തന്നെ. പക്ഷെ അയാൾ ഇങ്ങനെ അച്ഛനെയും അമ്മനെയും പറഞ്ഞയക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അമ്മേ. ഹരിദാസ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നീ അവളെ വഴക്ക് പറയേണ്ട പാർവതി. അവൻ ഒരു ദിവസം നമ്മുടെ കടയിലേക്ക് വന്നിരുന്നു പാർവതി. കാണാൻ നല്ല ലക്ഷണമുള്ള പയ്യൻ, പെരുമാറ്റവും മാന്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ ഹരിദാസേട്ട? പാർവതി തട്ടുകയറി. മൂത്തവൾ അഞ്ജലിയുടെ കെട്ടിക്കാറായിരിക്കുമ്പോഴാണ് ഇളയവയെ പിടിച്ചു കെട്ടിക്കുന്നത്. പോരാത്തതിന് അവരാകട്ടെ സത്യക്രിസ്ത്യാനികളും. ഈ വിവരം അറിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? നമ്മൾ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്തി നടക്കും? അതാലോചിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളെപ്പോഴെങ്കിലും? പാർവതിയുടെ ഓരോ വാക്കുകളും മാളവികയുടെ ഉള്ളിൽ ആഞ്ഞു തറച്ചു. പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോൾ ക്രിസ്റ്റിയുടെ മുഖമായിരുന്നില്ല തെളിഞ്ഞു നിന്നത്. പകരം ആഴമുള്ള കണ്ണുകളും പൗരുഷമുള്ള ഭാവമുള്ള അഗ്നിയായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ അഗ്നി കൂറിയിട്ട പ്രണയത്തിൻ്റെ അടയാളം മറ്റാരെങ്ങൾക്കും മായ്ക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്ങനെ തോന്നി ക്രിസ്റ്റി സാറിന് എൻ്റെ അച്ഛനെയും അമ്മയെയും വന്ന് കാണാൻ പറയാൻ? ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്യാൻ അയാൾക്കങ്ങനെ ധൈര്യം വന്നു? അവൾ പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. ആ നിമിഷം ക്രിസ്റ്റിയെ നേരിട്ട് കണ്ടാൽ ഒന്ന് പൊട്ടിക്കാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വരുത്തി അവൾ ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അമ്മേ, അച്ഛ, ഞാൻ പോവുകയാണ്. ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നു നീങ്ങി. അവളുടെ ഓരോ ചുവടിലും ദേഷ്യം കനലായി എരിയുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് അപ്പോഴും പാർവതി അടങ്ങിയിരുന്നില്ല. എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്? എല്ലാം കൂടി എന്നെ വട്ടാക്കും. അയാളെ എനിക്കൊന്ന് കാണണം. ഹരിദാസ് അപ്പോഴും മൗനത്തിലാണ്. ആ മൗനത്തിന് പുറകിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ടെന്ന് മാളവിക അറിഞ്ഞില്ല. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴും അവളുടെ മനസ്സ് മന്ത്രിക്കുകയാണ്. അഗ്നി സാർ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് എനിക്ക് മറ്റാരുമില്ല.